വശത്ത് ചേരിതിരിഞ്ഞുള്ള വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും മറുവശത്ത് എല്ലാ പ്രതീക്ഷകളെയും കവച്ചുവെക്കുന്ന വിജയക്കുതിപ്പാണ് എമ്പുരാൻ കാഴ്ചവെക്കുന്നത്. വിവാദങ്ങളിൽ ഉലാതെയുള്ള എമ്പുരാന്റെ ബോക്സ് ഓഫീസ് വിജയം അണിയറ പ്രവർത്തകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. സിനിമയെ തളർത്താനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടില്ലെന്ന സൂചനകളാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടി കളക്ഷൻ നേടി മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് എമ്പുരാൻ. മലയാളത്തിൽ ആദ്യമായി 250 കോടി ക്ലബിലെത്തുന്ന ചിത്രമാണ് എമ്പുരാൻ. ഈ നേട്ടത്തിന് പിന്നാലെ പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി. എമ്പുരാൻ സിനിമയുടെ പിന്നിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും. സ്നേഹപൂർവ്വം എന്ന ക്യാപ്ഷനോടെയാണ് ആന്റണി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വിവാദങ്ങൾ തങ്ങളുടെ കൂട്ടുകെട്ടിനെ തകർക്കില്ലെന്നുള്ള സൂചനയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റുകൾ നൽകുന്നത്. ചിത്രത്തിനെതിരെ പല കോണുകളിൽ നിന്നുയരുന്ന വിമർശനങ്ങൾക്കും തങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ആന്റണിയുടെ പോസ്റ്റ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പൃഥ്വിക്കൊപ്പമുള്ള ചിത്രത്തിന്റെ ആന്റണി നൽകിയ അടിക്കുറിപ്പാണ്. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നായിരുന്നു ക്യാപ്ഷൻ. 20,000-ഓളം ലൈക്കാണ് ഈ പോസ്റ്റിന് നിമിഷങ്ങൾക്കകം ലഭിച്ചത്. എമ്പുരാന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സുരേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് കുറിച്ച വാക്കുകളാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നത്. ഈ വാക്കുകളാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പുതിയ ചിത്രത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. എന്നും എപ്പോഴും എന്ന കുറിപ്പോട് തൊട്ടു പിന്നാലെ മോഹൻലാലിനൊപ്പമുള്ള ചിത്രവും ആന്റണി പോസ്റ്റ് ചെയ്തു. ഇതിനുശേഷമാണ് മുരളി ഗോപിക്കൊപ്പമുള്ള ചിത്രം ആന്റണി പങ്കുവച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം ആരാധകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. മാർച്ച് 27-ന് എമ്പുരാൻ പുറത്തിറങ്ങിയത് മുതൽ നാടകീയ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പേരിലുണ്ടായത്. ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാറിൽ നിന്നുയർന്ന വിമർശനത്തെ തുടർന്ന് ചിത്രം റീ എഡിറ്റ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു. റീസെൻസറിംഗ് വാർത്ത എത്തിയതിനെ തുടർന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കൂടിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് 72 ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ വെറും 10 ദിവസം കൊണ്ടാണ് തകർത്തെഴുതിയതും എമ്പുരാന്റെ നേട്ടമാണ്. എമ്പുരാൻ ഇറങ്ങിയതിന് പിന്നാലെ മേജർ രവി ഉന്നയിച്ച വിമർശനങ്ങളും ഏറെ ചർച്ചയായിരുന്നു. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്ന മേജർ രവിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂർ തന്നെ രംഗത്തെത്തി. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ആന്റണി തടയിടുകയും ചെയ്തിരുന്നു.